ട്രൂവാലി സർട്ടിഫൈഡ് വണ്ടിയാണ്. 1 year വാറണ്ടി, 3 സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ബിലോ 1 lakh വണ്ടി, ബിലോ 2 lakh റേഞ്ചിലുള്ള വണ്ടിയാണ്. അതായത് ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണിത്. അടിപൊളിയാണ്. നിങ്ങളെ ത്രൂ തന്നെ നമ്മൾ വണ്ടി കുറെ കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ നമ്മൾ അതിന് ഓൾറെഡി ആ വണ്ടിക്ക് എക്സ്റ്റൻഡ് വാറണ്ടി പ്ലസ് നമ്മുടെ ട്രൂവാലി വാറണ്ടി ഒക്കെ കൂടി ഉള്ള 85-90 വണ്ടി സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട്. അതെ, ഇതൊന്നും പാർക്കിംഗ് സെയിൽ അല്ല കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്ത് എടുക്കുന്ന വണ്ടി. നമുക്കിവിടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടി. അത് നല്ലൊരു വാഗ്നറും കൂടി അവൈലബിൾ ആണ്, അതും ബിലോ 5 lakh താഴെയാണ്. ഇത് ഓട്ടോമാറ്റിക് ആ വണ്ടി. ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഇതേമാതിരി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിന്റെ ഓട്ടോമാറ്റിക് മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മളിതാ സ്വിഫ്റ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ്. സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ ആസ്റ്റ സൺറൂഫ് വരുന്ന ടൈപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 38,000 ആകെ ഓടിയിട്ടുള്ളൂ. നല്ലൊരു 7 സീറ്ററും കൂടിയാണ്. നമ്മളിപ്പോ 2 ആൾട്ടോയിലേക്ക് വന്നിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പോപ്പുലറിൽ വന്നിരിക്കുകയാണ്. പോപ്പുലർ ട്രൂവാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് നല്ലളം ബസാറാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളേ. അപ്പോൾ നമ്മളെ പോപ്പുലർ ട്രൂവാലിയിലെ കാറിൻ്റെ പുതിയ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ബിജിത്ത് തന്നെയാണ്. വെൽക്കം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമല്ലേ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായി. പക്ഷെ ഇവിടെ വന്നപ്പോ ആണ് കാറ് നിർത്താൻ സ്ഥലമില്ല, അത്രയ്ക്ക് കളക്ഷൻസ് ആണ്. ഒറ്റ കാറുകളൊക്കെ നല്ല റൊട്ടേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വേറെ റൊട്ടേഷൻ ആയിക്കൊണ്ടേ നിൽക്കും ഇവിടെ വണ്ടികൾ. ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് പേഴ്സണലി തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഓട്ടോമാറ്റിക് വെഹിക്കിൾ. അപ്പൊ അത്യാവശ്യം നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഭാഗത്ത് നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത വണ്ടിക്ക് യാതൊരുവിധ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് നല്ലൊരു വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അതിനാണ് ഒരു ട്രസ്റ്റ് തന്നെയാണല്ലോ സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ അതിന് ഓൾറെഡി ആ വണ്ടിക്ക് എക്സ്റ്റൻഡ് വാറണ്ടി പ്ലസ് നമ്മുടെ ട്രൂവാലി വാറണ്ടി ഒക്കെ കൂടി ഉള്ളായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 6 വർഷത്തോളം മുമ്പ് വാറണ്ടി തന്നെ ആ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതെ, പിന്നെ അത് ചെറിയ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളായിരുന്നു. നമ്മളെപ്പോഴും ട്രൂവാലിയെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നതും റീപ്ലേസ്മെന്റ് കുറവുള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, മാക്സിമം കിലോമീറ്റർ കുറവ്, അതും ജെനുവിൻ ആണോ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക വണ്ടി. അതെ, നല്ല കാര്യം. അതുപോലെ തന്നെ കുറെ കളക്ഷൻസ് ഇപ്പോൾ കറന്റ് ഏകദേശം നമ്മൾ എത്ര സ്റ്റോക്ക്? ഒരു 85-90 വണ്ടി സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട്. അതെ, ഇതൊന്നും പാർക്കിംഗ് സെയിൽ അല്ല കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്ത് എടുക്കുന്ന വണ്ടികളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് നോൺ മാരുതി വെഹിക്കിൾസ് വരുന്നുണ്ട്. അതെ, അതിനും നമ്മൾ ഇവിടുന്ന് വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പോപ്പുലറിൽ മാത്രമുള്ള അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഓട്ടോകോൺ എന്ന് പറഞ്ഞ വാറണ്ടി ഒരു 6 month അല്ലെങ്കിൽ 1 year, അത് കൊല്ലത്തിനനുസരിച്ച് നമ്മൾ ഡിപ്പെൻഡബിൾ ആണ് വണ്ടിയുടെ. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അടിപൊളിയാണ്. നിങ്ങളെ ത്രൂ തന്നെ നമ്മൾ വണ്ടി കുറെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇപ്പൊ എല്ലാവരും നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഓൺലൈനിലാണല്ലോ എല്ലാവരും വണ്ടി സെർച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ ഷോറൂമിൽ അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കണ്ടമാന കസ്റ്റമേഴ്സ് അതിൽ ത്രൂ നമുക്ക് വരാറുണ്ട്. സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഒരുപാട് കമ്പാരിസൺ നടത്താൻ പറ്റും. എവിടെയൊക്കെയാണ് വണ്ടികൾക്ക് റേറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ലോ ബഡ്ജറ്റും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ വിജിത്തിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്ന കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ വിജിറ്റ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവിടുത്തെ വരുന്ന എല്ലാ വണ്ടികളും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് എന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് നോക്കിയാൽ മതി. അങ്ങനെ ഓവറായിട്ട് ഞങ്ങൾ വിളിച്ച് അങ്ങനെ അധികം ഡിസ്റ്റർബ് ചെയ്യാറില്ല. കസ്റ്റമേഴ്സിനെ നോക്കിയിട്ട് ഓക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഞാനും കാണുന്നുണ്ട് അത്രയും നല്ല ഒരുപാട് സ്റ്റാറ്റസ് കാര്യങ്ങൾ. അതെ, നമ്മളൊരു പുതിയ വണ്ടി എങ്ങനെ എടുക്കുന്നോ അതേ ഇതിൽ തന്നെയാണ് നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതെ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാറിന്റെ കളക്ഷൻ നോക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ നാനോയിലേക്ക് വന്നിരിക്കുകയാണ്. ടാറ്റേന്റെ അത്യാവശ്യം നല്ലൊരു ചെറിയൊരു വണ്ടി, എല്ലാ സ്ഥലത്തും കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഇതാ മോഡല്? ഇത് 2011 മോഡലാണ്. 11 മോഡൽ. AC വരുന്ന ടൈപ്പാണ്. AC ഉള്ളതാണ്. അതെ, അത് അഡ്വാൻറ്റേജ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 11 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടി. അത് ഈ കസ്റ്റമർ ഒരു ഓട്ടോമാറ്റിക് സെലറി ഇവിടെ എടുത്തു. CX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. അന്ന് ബൂട്ട് ഓപ്പണിംഗ് ഇല്ലാത്ത ടൈപ്പ് ആയിരുന്നു. പക്ഷെ അതിൽ AC ഉണ്ട് കേട്ടോ വണ്ടിക്ക്. പിന്നെ അത്യാവശ്യം സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, പൊതുവേ നാനോക്കുള്ള ഒരു കംപ്ലൈന്റ് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ടിലെ പാനല് റസ്റ്റ് വരും. പക്ഷെ അങ്ങനത്തെ റസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷോറൂമിലേക്ക് എടുക്കുന്നത് തന്നെ. നമ്മളിവിടെ എല്ലാ വണ്ടി അത്യാവശ്യം ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുക. അതെ, നോൺ മാരുതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്തിട്ടായിരിക്കും എടുക്കുക. പ്രൈസിംഗിലേക്ക് വരുമ്പോ 62,000 രൂപയാണ് നമ്മൾ ആസ്കിങ് വരുന്നുള്ളൂ. അവർ 62,000 രൂപ. അതെ, അതും നെഗോഷ്യബിൾ ആണ് കേട്ടോ.
ഇപ്പോൾ വെറും 62,000 രൂപയ്ക്കാണ് നല്ലൊരു നാനോ ഇവിടെ അവൈലബിൾ ആണ്, അതും നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഞാൻ അടുത്ത കാറിലേക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്തതിൽ എക്സ്പ്രസോയിലേക്ക് വന്നു അല്ലേ? അതെ, എക്സ്പ്രസോ. ഇതിപ്പോൾ ഏതാ മോഡൽ? ഇത് 2022 മോഡൽ. 22 മോഡൽ. അതെ, VXI ഓപ്ഷനിലാണ് വേരിയന്റ് വരുന്നത്. VXI ഓപ്ഷൻ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2022 ആയതുകൊണ്ട് തന്നെ ട്രൂവാലി സർട്ടിഫൈഡ് വണ്ടിയാണ്. ഓക്കെ, 1 ഇയർ വാറണ്ടി, 3 സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 40,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 40,000 ആണ് വണ്ടി. നമ്മൾ ആസ്കിംഗ് പ്രൈസ് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. അതെ അതെ. എങ്ങനെ ഇപ്പോൾ ആസ്കിംഗിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ 440 ആണ് ചോദിക്കുന്നത്. 440. അതെ അതെ. ഓക്കെ, 2022 മോഡൽ. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഒരു 85% ഫിനാൻസ് കിട്ടും. അത്യാവശ്യം ലേഡീസിനൊക്കെ കൊണ്ടിടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഈ എക്സ്പ്രസ്സിൽ അത്യാവശ്യം ഒരു 4-5 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. ഒരു 380 മുതൽ വണ്ടി സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, ഒരു ബിലോ 1 ലാഖിലെ വണ്ടി. ബിലോ 1 ലാഖ്. അതെ, ഷെവർലെറ്റിന്റെ സ്പാർക്ക്. മോഡൽ ഏതാ? 2010 മോഡലാണ് വണ്ടി. 2010 മോഡൽ. അതെ. ഓക്കെ, ബിലോ 1 ലാഖ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ ആയിട്ട്. അതെ അതെ. നമുക്ക് ഇവിടെ ഒരു പുതിയ വണ്ടിക്ക്, അതായത് യൂസ്ഡ് കാറിന്റെ എൻക്വയറി വന്നപ്പോൾ എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. എക്സ്ചേഞ്ച് വന്നാണ്. അതെ, അതായത് 4 ഡോർ പവർ വിൻഡ്, AC പവർ സ്റ്റിയറിംഗ്, വേറെ വലിയ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ചെറിയൊരു കാർ. അതെ, ഒരു ഫാമിലി ആയിട്ട് യൂസ് ചെയ്ത കാറായിരുന്നു. അവരൊന്ന് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് തന്നു. കിലോമീറ്റർ എന്താ? 85 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പ്രൈസിംഗിലേക്ക് വരാം. 95,000 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. 95,000. പക്ഷേ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വെറും 1 ലാഖിൻ്റെ താഴെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, അതും നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളുക. ഷെവർലെറ്റിൻ്റെ നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഇപ്പോൾ 2010 ആയാൽ പോലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, ചെറിയ ഒരു ഫാമിലിക്കൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. ലോ ബഡ്ജറ്റ് ഉള്ളൊരു വണ്ടി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഓക്കെ, അടുത്ത് മാരുതിൻ്റെ വാഗ്നർ. അതെ, ഏതാ മോഡൽ? ഇത് 2019 ആണ് മോഡൽ വരുന്നത്. 19 മോഡൽ. 1 ലിറ്റർ ആണ് വണ്ടി വരുന്നത്. 1 ലിറ്ററിലാണ്. അതെ അതെ, VXI ആണ് അതിന്റെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 38,000 കിലോമീറ്റർ ഓടിയത്. 38,000. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. സർട്ടിഫൈഡ് വണ്ടിയാണ്. 6 മന്ത് വാറണ്ടി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്ത വണ്ടിയാണ്. നല്ല രീതിയിൽ തന്നെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇത് കുറച്ച് വലിയൊരു ഓവർ പ്രൈസ് ഒന്നുമില്ല. ബിലോ 5 ലാഖിന്റെ ഉള്ളിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എങ്ങനെ ഇപ്പോൾ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ 495 ആണ് ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4.95. അതെ. ഓക്കെ, അതിൽ ചെറിയൊരു സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ എന്തായാലും ഉണ്ട്. ഇവിടെ ഒരിക്കലും നമ്മൾ വിട്ട വരയ്ക്ക് ഒരിക്കലും നമ്മൾ വണ്ടി വിൽക്കാറില്ല. പ്രൈസ് ഒക്കെ നെഗോഷ്യബിളും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു വാഗ്നറും കൂടി അവൈലബിൾ ആണ്, അതും ബിലോ 5 ലാഖിന്റെ താഴെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയും കൂടിയാണ്. ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വേറെ കസ്റ്റമർ എടുക്കുന്ന ടയേഴ്സ് ആയാലും അത്യാവശ്യം ഉണ്ട്. പിന്നെ വാഗ്നർ ആയതുകൊണ്ട് ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ അതെ, അത്യാവശ്യം നല്ല മൈലേജ് വരുന്ന വണ്ടിയാണ്. സ്പേസും ഉണ്ട്, മൈലേജും ഉണ്ട്. ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള വണ്ടി കൂടിയാണ്. ഓക്കെ, അതോ മാനുവൽ തന്നെയല്ല? മാനുവൽ വണ്ടി. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. അങ്ങനെ അടുത്തൊരു നോൺ മാരുതി വെഹിക്കിള് പ്രാവശ്യം വന്നിരിക്കുന്നത് ടാറ്റയാണ്. ടാറ്റന്റെ നാനോ. അതെ, അതും ബിലോ 2 ലാഖ് റേഞ്ചിലുള്ള വണ്ടിയാണ്. വീണ്ടും ലോ ബഡ്ജറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഏതാ മോഡൽ? ഏതാ ഇത്? 2017 മോഡലാണ്. XT എന്ന് പറഞ്ഞ വേരിയന്റ്. XT വേരിയന്റ് ആണ്. അതായത് 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, എല്ലാ ഫീച്ചേഴ്സും ഉള്ള. ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയല്ലേ? തൊട്ട് താഴത്തെ. അതെ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും, പവർ സ്റ്റിയറിംഗും, ഡിക്കി ഓപ്പൺ ചെയ്യാനും പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ബൂട്ട് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാനുവൽ വണ്ടി. ഓക്കെ, ഇതിന് കിലോമീറ്റർ എങ്ങനെയാ? ഇത് 58,000 കിലോമീറ്റർ ഓടിയത് വണ്ടി. 58,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അതുപോലെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. കറന്റ് ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഒരു സെക്കൻഡറി വണ്ടി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാം. കാരണം അത്യാവശ്യം നല്ലൊരു മൈലേജ് വരുന്ന വണ്ടിയാണ്. പിന്നെ നമുക്ക് ഏത് വഴിയും കൊണ്ടുനടക്കാം. പിന്നെ ഇപ്പോഴത്തെ ഈ തിരക്കിൽ നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാനും പറ്റും. ഓക്കെ, എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇത് 175 ആണ് നമ്മൾ ആസ്കിംഗ് വരുന്നത്. 1.75. അതെ, അത് നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ലോൺ കിട്ടുമോ? നാനോക്ക് ലോൺ കയറില്ല, അതൊരു പ്രശ്നമുണ്ട്. ബാക്കിയുള്ള എല്ലാ വണ്ടിക്കും കിട്ടും, പക്ഷെ നാനോക്ക് മാത്രം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് വേറെ എന്തെങ്കിലും ഗോൾഡോ കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇവിടെ റെഡി ക്യാഷ് ആക്കാം. അതെ അതെ, നമുക്ക് ബിലോ 2 ലാഖ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇൻ കേസ് ലോൺ ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി കൂടിയാണ്. അത്രേ ബഡ്ജറ്റ് വരുന്നുള്ളൂ. ഓക്കെ, നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഒരു നാനോ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. ഞാനിപ്പോ അടുത്തൊരു വാഗ്നറിലേക്ക് വന്നില്ലേ? ഇത് ഓട്ടോമാറ്റിക് ആ വണ്ടി. ഇപ്രാവശ്യം ഓട്ടോമാറ്റിക് വന്നു. അതെ അതെ, കൂടുതൽ ഇപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് നല്ല എൻക്വയറീസ് വരുന്നുണ്ട് ഇവിടെ. ഏതാ മോഡൽ? ഇത് 2018 മോഡൽ. 18 മോഡൽ ഓട്ടോമാറ്റിക് VXI VXI ആണ് വേരിയന്റ് ആണ്.
ഓക്കെ അത് KL11 ആണ് ആ കോഴിക്കോട് വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ സർട്ടിഫൈഡ് വണ്ടിയാണ്, 6 month വാറണ്ടി സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഓൾറെഡി വലിയൊരു 5 lakhന്റെ ഉള്ളിൽ നോക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ നമുക്ക് ധൈര്യം കൊടുക്കാം. സത്യമാണ്, കാരണം ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എൻക്വയറീസ് അങ്ങനെ ത്രൂ നമ്മൾ ഇവിടുന്ന് ഒരു സ്വിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വാഗ്നർ, നമുക്കൊരു ഓട്ടോമാറ്റിക് വാഗ്നറും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇതും 1 ലിറ്റർ തന്നെയാണോ? അത് 1 ലിറ്റർ വരും, പണ്ടത്തെ മോഡലൊക്കെ 1 ലിറ്റർ. പിന്നെ എപ്പോഴും ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഇതേമാതിരി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിന്റെ ഓട്ടോമാറ്റിക് മൊഡ്യൂള് കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ എടുത്തു കഴിഞ്ഞു എന്തെങ്കിലും ഒരു വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. വന്നാല് അത്യാവശ്യം വരുമ്പോൾ പണി വരികയാണെങ്കിൽ നമുക്ക് വാറണ്ടിയിലൊക്കെ ഫ്രീ ആയിട്ട് നന്നാക്കാൻ പറ്റും. എന്റെ ഒരു കസ്റ്റമർക്ക് ഇതേമാതിരി ഇവിടുന്ന് അഡ്വാൻസ് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവര് വയനാട്ടിലെ കസ്റ്റമർ ആയിരുന്നു, അവർക്ക് ഇതേമാതിരി ചെറിയൊരു വർക്ക് വന്നപ്പോൾ നേരെ സർവീസ് സെന്ററിൽ കയറ്റി ഫ്രീ ആയിട്ട് നന്നാക്കാൻ പറ്റും. അതെ അതെ. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റും കൂടിയാണ്, കാരണം വാറണ്ടിയിലെ വണ്ടികൾ ചൂസ് ചെയ്യാം. അതുകൊണ്ട് സർട്ടിഫൈഡ് ആയതുകൊണ്ട് ഓൾ ഓവർ ഇന്ത്യ മാരുതിയുടെ ഏത് സർവീസ് സെന്ററിനും എടുക്കാം. നിങ്ങളിപ്പോൾ വയനാട്ടിലാണ് ലോങ് ഉള്ള കസ്റ്റമർ, അവിടുത്തെ നിയറസ്റ്റ് സർവീസ് സെന്റർ ഏതാണോ മാരുതിയുടെ, അവിടുന്ന് ഇത് നന്നാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെ ഇപ്പോൾ ആസ്കിംഗ് പ്രൈസ്? ഇത് 490 നമ്മൾ ആസ്കിങ് വരുന്നത്. പക്ഷേ എന്തായാലും നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഒരിക്കലും, ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ട്രൂവാലിയിൽ എല്ലാവരും പറയാൻ വില കൂടുതലാണ് വില കൂടുതൽ, പക്ഷേ നമ്മൾ ഈ വിലയ്ക്കൊന്നും ഒരിക്കലും അല്ല വിൽക്കുക, നല്ല നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ലൊരു ബഡ്ജറ്റിന് ഇവിടെ നല്ലൊരു ഓട്ടോമാറ്റിക് കൂടി അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ നമ്മളിതാ സ്വിഫ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആണ്, 4 സ്വിഫ്റ്റാണ് നിരത്തിയിട്ടിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ തുടങ്ങിയാലോ? തുടങ്ങാം. ഫസ്റ്റ് റെഡ്, ഇത് ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് ഓട്ടോമാറ്റിക് ആണ്. അതെ. ഓക്കെ, ഏതാ മോഡല്? 2021 മോഡലാ. 21 മോഡലാണ്. അതെ. ഓക്കെ, ഓട്ടോമാറ്റിക് വരുന്നത്. ഓണർഷിപ്പ് ഇപ്പം എങ്ങനെയാണ്? സിംഗിൾ ഓണർ വണ്ടിയാണ്, 48,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. 48,000. അതെ, അതും കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്, മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, സർട്ടിഫൈഡ് വണ്ടിയാണ്, 1 year വാറണ്ടി, 3 സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 7,35,000 നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 7,35,000. അതെ. ഓക്കെ, ഇതിലേക്ക് വരുമ്പോൾ ഇതും 2021 തന്നെ ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ ഓട്ടോമാറ്റിക്. അതെ അതെ, ഇതും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്, 39,000 കിലോമീറ്റർ ഓടിയത്. 39,000. അതെ, ഇതും 1 year വാറണ്ടി സർവീസും കാര്യങ്ങളുള്ള വണ്ടിയാണ്. ഓക്കെ, 7,35,000 ഇതിന് റേറ്റ് വരുന്നത്. ഓ ഓക്കെ, അടുത്ത റെഡ്, ഇത് മാനുവൽ ആണ്, 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് മാനുവൽ ആണ് വന്നിരിക്കുന്നത്, 2021 രജിസ്ട്രേഷൻ. നമ്മളെപ്പോഴും മോഡലാണ് പറയുന്നത്, 2020 ആണ് വണ്ടി, പക്ഷെ രജിസ്ട്രേഷൻ 21 ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, കിലോമീറ്റർ 58,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ, വേരിയന്റ് ഏതാ വരുന്നത്? VXI. 3 വണ്ടി VXI. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമായിട്ട് റീപ്ലേസ്ഡ് ആണ്. ഓക്കെ, നമ്മൾ ആസ്കിങ് വരുന്ന 6,30,000 ആണ് റേറ്റ് വരുന്നത്. ഇതും സർട്ടിഫൈഡ് ആണ്, 1 year വാറണ്ടി സർവീസും ഉണ്ട്. ഗ്ലാസ് മാറിയെന്ന് വെച്ചാൽ നമുക്ക് വാറണ്ടി കട്ടാവുന്നില്ല, നമുക്ക് സ്ട്രക്ചറൽ ഡാമേജ് വന്നാൽ മാത്രമേ നമുക്ക് വാറണ്ടി കട്ടാവുള്ളൂ. അത് 1 year വാറണ്ടി സർവീസ് ഉള്ള വണ്ടിയാണിത്. ഓക്കെ, അടുത്തത് വീണ്ടും വൈറ്റ്. ഇത് നമുക്കൊരു 6 ലക്ഷം രൂപേന്റെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്, 2018 മോഡലാണ്. 4 എണ്ണത്തിൽ 3 ഓട്ടോമാറ്റിക് ആണ്. 3 ഓട്ടോമാറ്റിക് ആണ്, ഒരു മാനുവലും. ഇനി മാനുവൽ ഇനിയും ഉണ്ട് കേട്ടോ, ബ്ലൂ കളറിലും കാര്യങ്ങളൊക്കെ വണ്ടി ഉണ്ട് ഇവിടെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2018 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, 60,000 കിലോമീറ്റർ ഓടിയത്. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, 6,05,000 ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. ഇതും സർട്ടിഫൈഡ് ആണ്, 6 മാസമായിരിക്കും ഇതിന് വാറണ്ടി വരിക. കാരണം 4 വർഷത്തിലുള്ള വണ്ടിക്ക് 1 year, 7 വർഷത്തിലുള്ള വണ്ടിക്ക് 6 month ആണ് മാരുതി തരിക. അപ്പോൾ സ്വിഫ്റ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് എല്ലാം അവൈലബിൾ ആണ്. 2 റെഡും 2 വൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ വേറെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റിന്റെ കാർ നോക്കുകയാണെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളാം. അത്രയും നല്ല കളക്ഷൻസ് ഉള്ള ഒരു സ്പോട്ടും കൂടിയാണ്. പോപ്പുലറിൽ നേരെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത് ഹുണ്ടായില്ലേ? ഹുണ്ടായിന്റെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു. അതായത് ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണിത്. ഐട്ടന്റെ 2010 മോഡല്, സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ ആസ്റ്റ സൺറൂഫ് വരുന്ന ടൈപ്പ്. അതെ, അതൊക്കെ വളരെ റയർ ആയിട്ട് വന്ന വണ്ടികളാണ് ഈ സൺറൂഫ് ഒക്കെ. 2010 മോഡലിലേക്ക്. അതെ അതെ, ആസ്റ്റ. ഓണർഷിപ്പ് എങ്ങനെയാ? ഇത് ഓണർഷിപ്പ് 4th ആണ് വരുന്നത്. 4th ഓണർഷിപ്പിലാണ്. അതെ. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തി കൊണ്ട കസ്റ്റമറാണ്. കാരണം സെൻസർ, അതേമാതിരി തന്നെ സ്റ്റീരിയോ, പിന്നെ അവര് 4 അലോയ് വീല്, അതേമാതിരി 4 പുതിയ ടയർ ഒക്കെ അഡീഷണൽ ചെയ്ത കസ്റ്റമറാണ്. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. അതെ അതെ, 88,000 കിലോമീറ്റർ ഓടിയത്. 88. അതെ അതെ. ഓക്കെ, എങ്ങനെയാ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ? 2,50,000 ആണ് നമ്മൾ ചോദിക്കുന്നത്. 2,50,000. അതായത് 2.5 ലക്ഷം രൂപയ്ക്ക് നോക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി. അടുത്ത്
വീണ്ടും ഒരു ഓട്ടോമാറ്റിക് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. വെറും 2.5 ലക്ഷം രൂപയ്ക്കാണ് നല്ലൊരു ഓട്ടോമാറ്റിക്, അതും സൺറൂഫുള്ള ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതെ, ഹുണ്ടായിൻ്റെ i10 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്തൊരു 7 സീറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എർട്ടിഗയാണ് അല്ലേ? എർട്ടിഗ ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റേഴ്സ് ആണ്. ഏതാ മോഡൽ ഏതാ? 2016 VXi ആണ് വേരിയന്റ് വരുന്നത്. 16 മോഡൽ VXi വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 38,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 38,000 ആകെ ഓടിയിട്ടുള്ളൂ. നല്ലൊരു 7 സീറ്ററും കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തി കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ 7 സീറ്റർ നോക്കുകയാണെങ്കിൽ ഇതാ നല്ലൊരു എർട്ടിഗ ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ തന്നെ, മാനുവൽ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ല. നമുക്ക് പൊതുവെ എർട്ടിഗ അങ്ങനെ വരാറില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ബിലോ 1 lakh ഷോർട്ടുള്ള വണ്ടികൾ എടുക്കാറുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ പ്രൈസിലേക്ക് വരാം. 6,50,000 നമ്മൾ ചോദിക്കുന്നത്. 6.5 ആണ്. ഓക്കെ, 6.5 ആണ് ഈ ഒരു 7 സീറ്ററിന്റെ പ്രൈസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പെട്രോൾ എർട്ടിഗ ഇവിടെ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അടുത്തത് മറ്റൊരു നോൺ മാരുതി അല്ലേ? അതെ, അതിന്റെ i20 ആണ് വന്നിരിക്കുന്നത്. ഏതാ ശരിക്കും മോഡൽ ഏതാ? 2016 സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. 2016 മോഡൽ. ഓണർഷിപ്പാ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. സീറ്റ് കവർ ഒക്കെ അഡീഷണൽ ചെയ്തതാണ്. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, ഇതിൽ ഓട്ടോ ക്ലൈമറ്റ് AC, ഇൻബിൽഡ് സ്റ്റീരിയോ അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓക്കെ, കിലോമീറ്ററോ? 60,000 ആണ് ഓടിയത്. ഓക്കെ, 60,000 കിലോമീറ്റർ ഓടി. പെട്രോൾ മാനുവൽ? പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ? അതെ, മാനുവലാണ്. എങ്ങനെയാ ഇപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 5,400 റേറ്റ് വരുന്നത്. 5,400? അതെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ അതർ ബ്രാൻഡ് എടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് റീപ്ലേസ്മെന്റ് ഇല്ലാത്തത് എടുക്കുള്ളൂ. പൊതുവേ നമുക്ക് റീപ്ലേസ്മെന്റ് അധികം ഉണ്ടാവാൻ പാടില്ല. എക്സ്ചേഞ്ചിന് വരുന്നതന്നെയാണോ? കൂടുതൽ വണ്ടി നമുക്ക് പുതിയ ഇവിടുന്ന വണ്ടികൾ, ന്യൂ കാർ എക്സ്ചേഞ്ചുകൾ, പിന്നെ MTV തന്നെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു i20 കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത കാർ നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ 2 ആൾട്ടോയിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, ഒന്ന് വൈറ്റും ഒന്ന് റെഡും. അതെ, രണ്ടും 2 മോഡൽസ് തന്നെയാണ്. ഇതേതാ മോഡല്? അത് 2022 മോഡലാ. 22 മോഡൽ. ഓക്കെ, ഇതോ? ഇത് 2019 BS6 മോഡലാണ്. ഓക്കെ, BS6 അല്ലേ? അതെ, ഈ 2019 BS4 ഉണ്ട്, BS6 ഉണ്ട്. 2019 BS6ലേക്ക് വന്നു. അതെ, അതായത് ഇതിലാകുമ്പോൾ എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ് വരും, ABS വരും, റിവേഴ്സ് സെൻസർ വരും. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പത്തെ മോഡലുണ്ട്, അതാകുമ്പോൾ 2019 തന്നെ. അതിൽ സെൻസർ കാര്യങ്ങൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഈ സീറ്റ് കവർ ഒക്കെ അഡീഷണൽ കസ്റ്റമർ ചെയ്യും. ഇതും സെയിം തന്നെയാണോ? അഡീഷണൽ കസ്റ്റമർ ചെയ്യും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ കിലോമീറ്റർ? അത് ആകെ 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000? അതെ. വേരിയന്റ് ഏതാ വരുന്നത്? LXi ആണ്. 2 LXi ആണ്. അതെ, 2 LXi തന്നെയാണ് വേരിയന്റ് വരുന്നത്. 8,000 കിലോമീറ്റർ. 8,000 കിലോമീറ്റർ. ഇതോ? ഇത് 22,000 കിലോമീറ്റർ. 22,000 കിലോമീറ്ററിലേക്ക് വന്നു. ഓക്കെ, രണ്ടും മാനുവൽ പെട്രോൾ തന്നെയല്ലേ? അതെ, 2 പെട്രോൾ. മാനുവൽ പെട്രോൾ തന്നെയാണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. രണ്ടും സർട്ടിഫൈഡ് വണ്ടിയാണ്. അത് 1 year വാറണ്ടി, ഇത് 6 month വാറണ്ടി. ഓക്കെ, ഓണർഷിപ്പ്? 2 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്? അതെ, 2 സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 2 ആൾട്ടോ ഇവിടെ അവൈലബിൾ ആണ്. അതും 2022 2019. രണ്ടും BS6 തന്നെയാണ് വരുന്നത്. അതെ, ആൾട്ടോ നമുക്ക് ഏകദേശം ഒരു 10-12 വണ്ടികൾ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ കസ്റ്റമർക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, ഓണർഷിപ്പും കിലോമീറ്ററും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. വില കുറഞ്ഞ വണ്ടിയുണ്ട്, വില അതിനനുസരിച്ചുള്ള വണ്ടികൾ വരുന്നുണ്ട്. ആസ്കിംഗ് പ്രൈസിലേക്ക് വരാം. എങ്ങനെ അതിന്റെ ആസ്കിംഗ് പ്രൈസ്? അത് 4,10,000 നമ്മൾ ആസ്കിംഗ് വരുന്നത്. 4,10,000. അതെ. ഇതിന്റെ കേസിലോ? ഇതാകുമ്പോൾ 3,60,000. 3,60,000. രണ്ടിലും ലോൺ നമുക്ക് കിട്ടുമല്ലോ അല്ലേ? 2 വണ്ടിക്ക് 80% അല്ലെങ്കിൽ 90% വരെ ലോൺ കിട്ടും. അതെ, ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കിട്ടുന്ന വണ്ടി ആൾട്ടോ 800. കാരണം മോഡൽ കൂടുമ്പോൾ നമുക്ക് 5 year വരെ ലോൺ ഇടാനും പറ്റും. ബെനിഫിറ്റും കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് കുറവാണ്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിൽ തന്നെ BS4 ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറയും. എൻട്രി ലെവലിലേക്ക് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ആൾട്ടോ എന്ന് പറയുന്നത്. അതല്ല, എപ്പോഴും റീസെയിൽ വാല്യൂ എപ്പോഴും കുറയാത്തൊരു വണ്ടി. ഏത് കാലത്തും ആൾട്ടോന്റെ ഒരു തട്ട് ഇങ്ങനെ നടക്കും. മൈലേജ് ഉണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതില് BS4 വണ്ടി ഉണ്ട്. അത് ഏകദേശം ഒരു 3-3.25 റേഞ്ചിലൊക്കെ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതിലും കുറവുള്ള വണ്ടികൾ കിട്ടും. നമ്മൾ പിന്നെ അധികം 3 കൂടുതലോ അതോ 2 കൂടുതലുള്ള ഓണർഷിപ്പ് വണ്ടികൾ അധികം എടുക്കാറില്ല. പിന്നെ കിലോമീറ്റർ ഹിസ്റ്ററി നോക്കി ജെന്യൂൻ ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ എടുക്കുള്ളൂ, ഷോറൂം ആയതുകൊണ്ട്. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ് പുറത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിയുടെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഇവിടെ.
പക്ഷെ റേറ്റിലും ആ ഒരു മാറ്റം കാണാനുണ്ട്. അതെ തീർച്ചയായിട്ടും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ അതെ പറഞ്ഞിട്ടുണ്ട്. കുറെ പറഞ്ഞിട്ടുണ്ട്. ട്രൂ വാല്യൂയിൽ ഒരുപാട് ഈ പോപ്പുലർ ട്രൂ വാല്യൂലെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും അതെല്ലാം എടുത്ത് പറയുന്നില്ല. സ്ഥാപനം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും നോക്കും. ഓൺലൈനാണല്ലോ ഇപ്പോൾ എല്ലാവരും വണ്ടി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ പോകുന്നൊരു ഷോറൂമാണ്. പിന്നെ പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ ഒരിക്കലും നമ്മൾ ഇതിൽ കാണിക്കുന്ന വിലയ്ക്കൊന്നും അല്ല നമ്മൾ വിൽക്കുക. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് കുറേ ഒക്കെ അറിയാം അത്. കാരണം നമ്മൾ നല്ല രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോ വണ്ടിക്കും പിന്നെ ഓരോ രീതിയിലേക്ക് നെഗോസിയേഷൻ ഉണ്ടാവും. എല്ലാ വണ്ടിക്കും ഒരേ എമൗണ്ട് ആയിരിക്കില്ല. ചില വണ്ടിക്ക് നല്ല ഡിപ്രീസിയേഷൻ ഉണ്ടാവും, ചിലത് കുറച്ച് കുറവായിരിക്കും. അത് അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുണ്ടാവും വണ്ടി. അത്യാവശ്യം നല്ല കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ഷോറൂമും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. അടുത്ത ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.